ഉപേക്ഷിക്കപ്പെട്ട ദിവസങ്ങൾ 2020 വിവർത്തനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ്. അപരത്വം അസ്തിത്വത്തിന്റെ അടിസ്ഥാനമാണെന്ന് പറഞ്ഞത് മിഖായിൽ ബക്തിനാണ്. അപരത്വത്തിൽ നിന്ന് മാത്രമേ ഒരാൾക്ക് തൻ്റെ സ്വത്വം വീണ്ടെടുക്കാൻ കഴിയൂ എന്ന മിഖായിൽ ബക്തിൻ്റെ നിർവചനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു കൃതിയാണ് എലേന ഫെറൻഡായുടെ ദി ഡേയ്സ് ഓഫ് അബാൻഡൻഡ്. 1992 പുറത്തിറങ്ങിയ ഈ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ആൻ ഗോഡ്സ്റ്റീൻ ആണ്. മലയാളത്തിലേക്ക് ഈ കൃതി മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് ആസിഡ് എന്ന കൃതിയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന നിരവധി ബാലസാഹിത്യ കൃതികളിലൂടെ നമുക്ക് സുപരിചിതയായ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി സംഗീത ശ്രീനിവാസനാണ്. മേഘ ബുക്സ് ആണ് ഈ കൃതി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓൾഗോ മരിയോ എന്നീ ദമ്പതികളുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഇഴതിരിയുന്ന കഥാപശ്ചാത്തലം. ഓൾഗയ്ക്കും മരിയയ്ക്കും 2 കുഞ്ഞുങ്ങളാണ്. ജാനി എന്നും ഇലാരി എന്നും പേരുള്ള 2 കുഞ്ഞുങ്ങളാണ്. ശാന്തനും സൗമ്യശീലനുമാണ് മരിയോ. ഏതൊരു ഭാര്യയെയും പോലെ ഓൾഗയ്ക്കും തൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. കഴിഞ്ഞ 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ഓൾഗോ ജീവിച്ചത് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കും അയാളുടെ സുഖങ്ങൾക്കും വേണ്ടി മാത്രമാണ്. അയാൾക്ക് അനിഷ്ടമുള്ളതൊന്നും അവൾ ചെയ്തിരുന്നില്ല. അയാളുടെ ഇഷ്ടം സമ്പാദിക്കാനായി അയാൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തിരുന്നു താനും. ഏതൊരു ഭാര്യയെ പോലെ താനും തൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കിയെന്ന് അവൾ സന്തോഷിച്ചിരുന്നു. പെട്ടെന്നൊരു ദിവസം ഊണ് കഴിഞ്ഞിരിക്കുന്ന ഒരു ഉച്ച സമയം മരിയോ തൻ്റെ ഭാര്യയായ ഓൾഗയെ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് അവളോട് പറയുന്നു. ഈ പല്ലവി മുൻപും പലതവണ അയാൾ ആവർത്തിച്ചിട്ടുള്ളതിനാൽ ഓൾഗ അത് കാര്യമായി എടുക്കുന്നില്ല. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ അയാൾ പറഞ്ഞതിലെ ആത്മാർത്ഥത തിരിച്ചറിയുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചതോടുകൂടി ഏതൊരു സാധാരണ സ്ത്രീയെയും പോലെ മാനസികമായി തളർന്ന് ഓൾഗോ തൻ്റെ ജീവിതം ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടുന്നു. അവളെ ഏറ്റവും അധികം അലട്ടിയത് തൻ്റെ കൈവശം ഒതുങ്ങി നിൽക്കാത്ത തൻ്റെ മനസ്സാണ്. തൻ്റെ അചഞ്ചലമായ മനസ്സിൻ്റെ പുറത്ത് അവൾ ഭ്രാന്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു റൂമിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അവൾ ഭ്രാന്തമായ ജീവിതം കഴിച്ചുകൂട്ടി. പലപ്പോഴും അവളുടെ പോലും കാര്യങ്ങൾ ചെയ്തിരുന്നത് മകളായ ജാനി ആയിരുന്നു. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും മുക്തി നേടാൻ വേണ്ടി രാത്രി മുതൽ നേരം വെളുക്കുവോളം അവൾ ഇരുന്ന് എഴുതി. എല്ലാം കത്തുകളായിരുന്നു, തൻ്റെ ഭർത്താവായ മരിയയ്ക്കുള്ള കത്തുകൾ. എന്നെങ്കിലും ഒരിക്കൽ അയാൾ തിരിച്ചു വരുമെന്നും ഈ കത്തുകളെല്ലാം വായിച്ച് തന്നെ മനസ്സിലാക്കുമെന്നും വീണ്ടും താനുമായി ഒരു നല്ല ജീവിതമുണ്ടാകുമെന്നും അവൾ വെറുതെ സ്വപ്നം കാണുന്നു. മക്കളായ ജാനിയും ഇലാരിയും ആഴ്ചയിലൊരിക്കൽ തങ്ങളെ കാണാൻ വരുന്ന അച്ഛനെ കാത്തിരിക്കുന്നത് അമ്മയായ ഓൾഗയ്ക്ക് വളരെയധികം വിഷമമുണ്ടാകുന്നു. പലപ്പോഴും ഭ്രാന്തമായ ചെയ്തികളാൽ കത്തിയെടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിപ്പെടുത്താൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തകർന്ന ദാമ്പത്യം, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത മാതൃത്വം, ഒറ്റപ്പെടലിൻ്റെ വേദന, ഒഴിവാക്കിയതിൻ്റെ മനസ്താപം എല്ലാം കൂടി അവൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു. താൻ തീരെ കാണാൻ ആകർഷകമില്ലാത്തവളാണെന്നും തനിക്ക് ഭംഗി പോരെന്നും തോന്നുന്നതിനാൽ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങാൻ ശ്രമിക്കുന്നു. തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരനുമായി ചങ്ങാത്തത്തിലാവാൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊന്നും അവളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഏതൊരു സ്ത്രീയെയും പോലെ സമകാലിക ജീവിതത്തിൽ ഇങ്ങനെ സ്ത്രീകൾ ഒറ്റപ്പെടുമ്പോൾ അവർ ഏതെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകുമെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കൃതി. പക്ഷേ കഥയുടെ അവസാനം അവളുടെ സ്വത്വം, മിഖായിൽ ബക്തൻ പറഞ്ഞതുപോലെ അവളുടെ സ്വത്വം വീണ്ടെടുക്കുന്നു. മരിയോ ചുമരിൽ പതിഞ്ഞ ഒരു കൈത്തലം മാത്രമാണെന്നും അത് ഒരു കറയാണെന്നും, ചുമരിൽ പതിഞ്ഞ ഒരു കറയാണെന്നും അത് കഴുകിക്കളയാമെന്നും ഓൾഗ തൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുന്നു. അവസാനം ആ തിരിച്ചറിവ് അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരാൻ കാരണമാകുന്നു. എലേന ഫെറാൻഡ എന്ന എഴുത്തുകാരിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവില്ല. ഈ തൂലികാ നാമത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത്.
അദ്ദേഹം എലേന ഫെറാൻഡ എന്ന എഴുത്തുകാരിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവില്ല. ഈ തൂലികാ നാമത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ എന്താണെന്നോ ഏതാണെന്നോ ഇന്നും വായനക്കാർക്ക് അറിയില്ല. എങ്ങനെ സമ്പാദിച്ച ഒരു എഴുത്തുകാരിയായി എലേന ഫെറാൻഡ മാറുന്നു. വായനാനുഭവം പ്രദാനം ചെയ്യാൻ ഈ കൃതിക്ക് കഴിയും. നന്ദി, നമസ്കാരം.